പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവജനവുമായിട്ട് കൂടുവാൻ, ദൈവജനത്തിന് ചുറ്റാകെ ഇരിക്കുവാൻ ഇന്നും ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പുലരി, പുതിയ പ്രഭാതം നമുക്ക് ദാനം തന്ന് ദൈവകൃപയാൽ നമ്മളെ നിറച്ച് ദൈവജനത്തിൻ്റെ ജീവനും പകർന്നു തന്ന ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി ഒരു വേദവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 28 വേഴ്സ് 5 and 6. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ വാക്യമാണ്. വളരെ സുപരിചിതമായ വാക്കുകളാണ്. മിക്ക പ്രസംഗങ്ങളും മിക്ക വാക്കുകളും എടുത്ത് കോട്ട് ചെയ്യുന്ന വാക്കാണ്. ഒരു കപ്പൽ ഛേദത്തിൽ, അത് റോമിലേക്ക് പോകുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം അതിൻ്റെ അകത്തൊരു വാക്ക് പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. ഇന്നലെ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, കപ്പലിനല്ലാതെ ആരുടെയും പ്രാണങ്ങൾക്ക് ഒരു കേടും വരികയില്ല എന്ന് പറഞ്ഞ് കൂടെ യാത്ര ചെയ്യുന്ന 275 പേരെ ഉറപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ അവർ രക്ഷപ്പെട്ട് മാൾട്ട മെലീത്ത എന്ന ദ്വീപിൽ കയറി. അങ്ങനെ മെലീത്ത എന്ന ദ്വീപിൽ കയറി അവിടുത്തെ ബർബർമാർ അസാധാരണമായ കൃപ ഞങ്ങളോട് ചെയ്തു എന്ന് ആ വചനത്തിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അസാധാരണമായ കൃപയുടെ ഭാഗമായി ഭയങ്കര തണുപ്പായിരുന്നതുകൊണ്ട് വിറക് പെറുക്കിയിട്ട് തീ കൂട്ടി, തീ കായുന്ന ആ സമയത്ത്, തണുപ്പ് മാറ്റുന്ന ആ സമയത്ത് പൗലോസ് വിറക് പെറുക്കിയിട്ടു. ഉടനെ വിറക് ചുള്ളിക്കകത്ത് നിന്ന് ഒരണലി ചാടി പൗലോസിന്റെ കയ്യിൽ ചുറ്റി. ഈ വാക്കുകൾ നമുക്ക് വളരെ സുപരിചിതമാണ്, വളരെ അറിയാം. അപ്പോൾ പൗലോസ്, ആ വാക്കാണ് അതിൻ്റെ അടുത്ത ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. പൗലോസിന്റെ കയ്യിലേക്ക് അണലി ചാടി ചുറ്റി. ഈ ഭാഗത്തിനൊരു പ്രസക്തിയുണ്ട്. ഈ ഭാഗം എഴുതി ചേർക്കുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അത് വായിക്കുമ്പോഴറിയാം. അവനോ എന്ന് പറഞ്ഞ പൗലോസോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അപ്പൊ അണലി ചാടി ചുറ്റി പൗലോസ് തീയിലേക്ക് ഈ അണലിയെ കുടഞ്ഞു കളയുകയും ചെയ്തു. ആ ഭാഗം അവിടെ അവസാനിച്ചു. ഇവിടെ ക്ലോസ് ചെയ്യപ്പെടേണ്ട ഒരു ഭാഗമാണ്. ഇത്രയും നേരത്തിനകത്ത് അത്ഭുതമില്ല, അല്ലെങ്കിൽ ഒരു അണലി ചാടി ചുറ്റി തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു, തീർന്നു. എന്നാൽ ഇനിയൊരു ഭാഗമുണ്ട്. അവിടുത്തെ ബർബരന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ കപ്പലിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരോ അവരെല്ലാവരും ഉടൻ തന്നെ ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനമാണ് പൗലോസിനെ അടുത്ത ചിന്തയിലേക്ക് നയിക്കുന്നത്. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവരും രക്ഷപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നവരും സഹായം മേടിച്ചു, ഒരു തരത്തിൽ പറഞ്ഞ ആ തളർന്നു പോയവരെയൊക്കെ സഹായിച്ചു കൂടെ കൊണ്ടുവരും. എല്ലാവരും ഒറ്റ ഗ്രൂപ്പായിട്ട് മാറി നിന്നിട്ട് അവൻ ചത്തു വീഴും അല്ലെങ്കിൽ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് ഏറെ നേരം കാത്തുനിന്നു. ഇവിടെ ഒരു സന്ദേശം നിങ്ങളോട് പറയാനുണ്ട്. ഈ പൗലോസ് ആദ്യം അവരോടൊരു ദൂത് പറഞ്ഞു, നമ്മുടെ കപ്പലുകൾക്കല്ലാതെ പ്രാണങ്ങൾക്ക് കേടുവരികയില്ല. പൗലോസിന്റെ വാക്ക് കേട്ട് എല്ലാവരും ബലപ്പെട്ടു. ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, പൗലോസെ നിങ്ങളാണ് എന്നെ ബലപ്പെടുത്തിയത്, നിങ്ങളുടെ വാക്കാണ് എന്നെ ബലപ്പെടുത്തിയത്. ഇത് സത്യമാണ്. എന്നാൽ ആ വാക്കു പറയുന്ന ആളുകളെ പൗലോസ് ഉയർത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു ദൂരം വിട്ട് അവരെ ആ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നർത്ഥം. ഈ വാക്കുകൾ പറയുന്നവർ നാളെ കാത്തു നിൽക്കുന്നത് വീർക്കുകയോ ചത്തു വീഴും എന്ന് വിചാരിച്ച ഒരു ആശ്വാസവാക്കിനല്ല. ഇത് മനസ്സിലാക്കണം പ്രിയരെ. മാനുഷിക ചുറ്റുവട്ടങ്ങൾക്കകത്ത് ഇന്ന് പറയുന്നവർ നാളെ കല്ലെറിയും. ഇന്ന് യേശുവിന്റെ കൈകൊണ്ട് അപ്പം കഴിക്കുന്നവർ തന്നെ ആ പുരുഷാരത്തിന്റെ കൂടെ ഉണ്ടാകും, കല്ലെറിയാനുണ്ടാകും. ഇതൊരു മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. ഇന്ന് പ്രാർത്ഥിച്ച് അവരെ ഒരു നിലയ്ക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നവർ നാളെ നിങ്ങൾക്ക് വേണ്ടി കല്ലെറിയാനുണ്ടാകും, കല്ലെറിയുന്ന കൂട്ടത്തിലുണ്ടാകും. അവർ പ്രതീക്ഷിക്കുക വീർക്കുകയോ ചത്തു വീഴുമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാ. എന്നാൽ ഇവിടെ പൗലോസ് ആശ്രയിക്കുന്നത് മനുഷ്യരെയല്ല, മാനുഷിക ഭുജങ്ങളെയല്ല, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന പൗലോസിന്
അവർ പുകഴ്ത്തുമ്പോൾ അതിനകത്ത് ആ കോക്കസ് ഗ്രൂപ്പിന്റെ പുകഴ്ചയ്ക്കകത്ത് പൊങ്ങിപ്പോകുന്നില്ല. ഇകഴ്ത്തുമ്പം താഴ്ത്തുമ്പം ആ താഴ്ത്തുന്ന ഗ്രൂപ്പിനകത്ത് താന്നു പോകുന്നുമില്ല. വീർക്കുകയോ ചത്തു വീഴുമോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്നവരുടെ കംപ്ലൈന്റ് ഇല്ല, അല്ലെങ്കിൽ ഞരക്കമില്ല, പരാതിയില്ല. അതിന്റെ കാരണം മുമ്പേ പൊക്കി പറഞ്ഞവരെ, മുമ്പേ പുകഴ്ത്തി പറഞ്ഞവരെ അവരെ ഒരുപാട് ആശ്രയിക്കുന്നില്ല. ഇതൊരു സന്ദേശമാണ്. മനുഷ്യ സഹജമായ മാനുഷികമായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ പുകഴ്ത്തുന്നവർ നമ്മുടെ ഒരു നിസ്സഹായ ഘട്ടത്തിൽ മാറി നിന്ന് പരിഹസിച്ചേക്കാം. പതറിപ്പോകരുത്. പതറിപ്പോകാതിരിക്കണമെങ്കിൽ പൗലോസിനെ പോലെ ആശ്രയം ദൈവത്തിലായിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉറപ്പ്. ആശ്രയം ദൈവത്തിലുള്ള ഒരു മനുഷ്യന് മാത്രമേ ഒരു പുകഴ്ത്തലിൽ പൊങ്ങിപ്പോകാതെയും ഒരു ഇകഴ്ത്തലിൽ താന്നു പോകാതെയും ഇരിക്കുകയുള്ളൂ. ഇതൊരു ദൈവിക സന്ദേശമാണ്. അതുകൊണ്ട് ആശ്രയം ദൈവത്തിലായിരിക്കണം. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ മാത്രമായിരിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവയിങ്കൽ നിന്ന് വരുന്നു. അവിടെ ആകട്ടെ നമ്മുടെ കണ്ണുകൾ, അവിടെ ആകട്ടെ നമ്മുടെ ആശ്രയം. അവിടെയാണ് ആശ്രയമെങ്കിൽ ഈ ഭൂമി തകരാനിടയില്ല. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിന്റെ മുഖത്താണ് ആശ്രയമെങ്കിൽ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വസ്തുതയെ ഒരൊറ്റ വാക്കിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അവനെന്റെ ഉപനിധി, അതാ ആ കർത്താവ്. ആ ദിവസം വരെ കാക്കാൻ, ആ ട്രഷർ എന്ന് പറയുന്ന എന്റെ കർത്താവാ. ആ ദിവസം വരെ കാക്കാൻ ശക്തനാ. ഏത് ദിവസം വരെ? നിത്യതയിൽ എത്തുന്നത് വരെ. ഇന്ന് ഈ വാക്കുകൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തും. നമ്മുടെ കാതുകളിലേക്ക് പതിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കപ്പെടട്ടെ. നമ്മളെ എത്രയൊന്ന് സമർപ്പിക്കപ്പെടട്ടെ. ആശ്രയിക്കുന്ന ദൈവത്തിൽ മാത്രമാകട്ടെ. പിന്നീട് എഴുതിയിരിക്കുന്ന, ഏറെ നേരം കാത്തിരുന്നിട്ടൊന്നും സംഭവിക്കാകിയാൽ മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നടന്നു. ആദ്യം പൗലോസ് ഉറപ്പിച്ചു, അവരെല്ലാം പൗലോസിനെ ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, അവർ ബലപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ കയറി വന്നൊരു ഗ്രൂപ്പ് ഉണ്ടായി. അവരെല്ലാവരും കൂടെ അണലി ചാടി ചുറ്റിയപ്പോൾ എല്ലാവരും മാറി നിന്ന് പരിഹസിച്ചു, നിന്ദിച്ചു. അതും കഴിഞ്ഞ് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തീർന്നു. അതെല്ലാം മാറിപ്പോയിട്ട് നിമിഷാർത്ഥങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഏറെ നേരം കാത്തു നിന്നിട്ടൊന്നും സംഭവിക്കാകിയാൽ മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. മിണ്ടാതിരുന്ന് കുഞ്ഞെ, നീ പ്രതികരിക്കണ്ട, നിനക്ക് വേണ്ടി ദൈവം പ്രതികരിച്ചോളും. നീ മൗനമായിട്ടിരിക്കുക, അവിടെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. കാരണം നീ ഒരു ദൈവവേദന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതൊരു പാഠമായി ഈ പൗലോസിന്റെ ജീവിതം, പൗലോസിന്റെ ഈ സംഭവം നമുക്കൊരു പാഠമായി ഹൃദയത്തിൽ പതിയട്ടെ. അവരെ കല്ലെറിഞ്ഞവരെ, അല്ല ഇവർ കൊലപാതകൻ നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നീർക്കും ചത്തു വീഴുമെന്ന് പറഞ്ഞ അതേ ആളുകൾ മനസ്സ് മാറി പറയുക അവനൊരു ദേവൻ എന്ന്. ഹല്ലേലൂയ. ഇനി ഈ വചനം ചിന്തിക്കുമ്പോൾ, അതെ, നീ കാത്തിരിക്കെ, മനസ്സു മാറ്റാൻ ദൈവത്തിന് കഴിയും. നീ നിന്റെ കാര്യം ചെയ്യ്, ബാക്കി കർത്താവ് ചെയ്യും. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവസ്ഥാനത്തുള്ളിൽ മറയ്ക്കുന്നു. കർത്താവ് കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. കർത്താവെ, ഈ ദിവസം അവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ സന്ദേശങ്ങൾക്ക് എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനുമോഹത്തോടും എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിശാലമേറിയ ദൈവിക ചരകടിയിൽ നാം മറയ്ക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.